വിശാൽ കൊലക്കേസ് മാവേലിക്കര കോടതി നാളെ വിധി പറയും. ABVP ചെങ്ങന്നൂർ നഗർ സമിതി പ്രസിഡന്റായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ നാളെ കോടതി വിധി പറയും. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 20 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് പൂജ PP ആണ് വിധി പറയുന്നത്. 2012 ജൂലൈ 16 വിശാൽ കൊല്ലപ്പെട്ടത്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുവാനായി വിദ്യാർത്ഥി സംഘടനകൾ ഒരുക്കിയ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വിശാലിനെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ABVP പ്രവർത്തകരായ വിഷ്ണുപ്രസാദ്, ശ്രീജിത്ത് എന്നിവർക്കും വിശാലിനെ രക്ഷിക്കാൻ ശ്രമിച്ച മറ്റ് 7 പേർക്കും പരിക്കേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിശാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടായതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചാണ് തുടർന്നുള്ള അന്വേഷണം പൂർത്തിയാക്കിയത്. കേസിന്റെ വിചാരണ നടത്തിപ്പിനായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കണം എന്നുള്ള വിശാലിന്റെ മാതാപിതാക്കളുടെ അപേക്ഷ അംഗീകരിക്കാൻ LDF സർക്കാർ തുടക്കത്തിൽ തയ്യാറായിരുന്നില്ല. പിന്നീട് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് പ്രതാപ് G പടിക്കലിനെ നിയോഗിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി. സംഭവ ദിവസം രാവിലെ 10:45 കുത്തേറ്റ വിശാലിനെ ആദ്യം ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ വിശാൽ മരണപ്പെടുകയായിരുന്നു. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ പോപ്പുലർ ഫ്രണ്ടുകാരാണ് തന്നെ കുത്തിയതെന്ന് വിശാൽ സുഹൃത്തിനോട് പറഞ്ഞത് പ്രോസിക്യൂഷൻ തെളിവായി ഹാജരാക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തു നിന്നും കണ്ടെടുത്ത 3-ാം പ്രതി ഷെഫീഖിന്റെ തിരിച്ചറിയൽ കാർഡും പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെടുത്ത ആയുധങ്ങളും കേസിലെ നിർണായക തെളിവുകളായി ഹാജരാക്കിയിരുന്നു. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലക്കാരായ പ്രതികൾ കൃത്യത്തിനു ശേഷം കായംകുളത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ പാർത്തിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ചെങ്ങന്നൂരും പരിസരത്തും നടത്തിയ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ വിശാലും സുഹൃത്തുക്കളും ശക്തമായി എതിർത്തതിലുള്ള വൈരാഗ്യത്തിലാണ് രാഷ്ട്രീയ ശത്രുക്കളെ കൊലപാതകം നടത്തുന്നതിനു വേണ്ടി പ്രത്യേക പരിശീലനം ലഭിച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രതികൾ സ്ഥലത്തെത്തി കൊലപ്പെടുത്തിയെന്ന വാദമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് പടിക്കൽ പ്രധാനമായും ഉയർത്തിയത്. കേസിന്റെ വിചാരണ വേളയിൽ പ്രതികളെ സാക്ഷികൾ തിരിച്ചറിയുന്നത് പരമാവധി ഒഴിവാക്കാനായി ഒരേ വേഷവിധാനത്തോടെയാണ് പ്രതികൾ കോടതിയിൽ ഹാജരായത്. എന്നാൽ സാക്ഷികൾ പ്രതികളെ എല്ലാവരെയും തന്നെ കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു. ഇതിനിടെ ജാമ്യത്തിലിറങ്ങിയ കേസിലെ ഒരു പ്രതി പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തോടനുബന്ധിച്ച പന്തളത്ത് നടന്ന അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് പന്തളം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് പ്രതിയുടെ ജാമ്യം ക്യാൻസൽ ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ചെങ്ങന്നൂർ കാരക്കാടിന് സമീപം പ്രതികൾ ഉപേക്ഷിച്ച ആയുധം പ്രതികളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെടുത്തിരുന്നു. കേസിന്റെ വിചാരണ വേളയിൽ കേസിലെ സാക്ഷികളായ KSU SFI പ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ടുകാരായ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് കോടതിയിൽ സ്വീകരിച്ചതിനെ തുടർന്ന് സാക്ഷികൾ കൂറുമാറിയതായി പ്രോസിക്യൂഷൻ പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപാതകം നടത്തിയതായി അറിവില്ലെന്ന് പറഞ്ഞ SFI-കാരനായ സാക്ഷിയോട് മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിനെ കുറിച്ച് അറിയുമോ എന്ന് പ്രോസിക്യൂട്ടർ ചോദിച്ചിരുന്നു. കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും 55 സാക്ഷികളെയും 205 രേഖകളും കോടതിയിൽ ഹാജരാക്കി. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെ 3 DYSPമാരാണ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയത്. പ്രോസിക്യൂഷനു വേണ്ടി പ്രതാപ് G പടിക്കലിനൊപ്പം അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, ഹരീഷ് കാട്ടൂർ, മഹേശ്വർ പടിക്കൽ, നീരജ ഷാജി എന്നിവരാണ് ഹാജരായത്.